ഈ കേസുകൾ അവസാനിപ്പിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. ആ കാരണത്തിന്റെ പേര് കോമൺ സെൻസ് എന്നാണ്. സാമാന്യ ബോധം, സാമാന്യ വിവരം. ഇത് തുടങ്ങിയപ്പോഴേ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഞാൻ മാധ്യമങ്ങളോടും ന്യൂസിൽ പറഞ്ഞതല്ലേ ഈ കേസ് എവിടെ എത്തില്ല. അന്ന് ഞാൻ ഒരുപാട് ചീത്ത കേട്ടു, ഞാൻ ഒരുപാട് പേർക്ക് സ്ത്രീവിധായി. ഇത് അപ്രായോഗികമായ ചുമ്മാ നാട്ടുകാരുടെ കയ്യടി മേടിക്കാൻ വേണ്ടി മാത്രം എടുത്ത കേസുകളാണ്. അതിനപ്പുറം യാതൊരു പ്രസക്തിയോ പ്രാധാന്യമോ ഇതിനില്ല. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു. ഇന്ന് അത് തന്നെ സത്യമായി വന്നില്ലേ? ഞാൻ പറഞ്ഞ വാക്കുകൾ അണുകിടവിടാതെ പെർ ലൈൻ, പെർ വേർഡ്, പെർ ലെറ്റർ സത്യമായി വന്നില്ലേ? കാരണം ഇതൊക്കെ ചുമ്മാ കൈയടിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. 35 വർഷം മുമ്പ് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് 2025 എങ്ങനെ കേസെടുക്കാൻ പറ്റും? അവസാനം ഞാൻ ഒരുപക്ഷെ അധികം പറഞ്ഞു കാണില്ല, ഞാൻ പറഞ്ഞ കാര്യവും എന്നെ പോലെ 1-2 പേര് പറഞ്ഞ കാര്യവും അക്ഷരം പ്രതി ശരിയായി വരുന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്ത്രീകളും മറ്റും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഫ്യൂച്ചറിസ്റ്റിക് ആയ, നാളെ ഓറിയന്റഡ് ആയ, ടുമോറോ ഓറിയന്റഡ് സൊല്യൂഷനാണ്. ആ സൊല്യൂഷന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവിധ എഫേർട്ടും എടുക്കണം. അങ്ങനെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും വരുന്നൊരു തലമുറയ്ക്ക് ദുരനുഭവം ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. പകരം ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കി ഇന്നലകളുടെ പ്രശ്നം വീണ്ടും വീണ്ടും ചകഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടത് എന്ന എന്റെ വാക്കുകൾ 100% ശരിയായി വന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവും ഉണ്ട്. രാഹുൽ, ഒരുപാട് പണം മുടക്കി, കോടികൾ മുടക്കിയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പോൾ ഇതിപ്പോ ഒരു ഉപയോഗവും ഇല്ലാതെ പോയ പോലെ ആയി? ഒരിക്കലുമല്ല. ഹേമ കമ്മിറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കി നമുക്കെല്ലാം ഇതിന്റെ തീവ്രത മനസ്സിലാക്കി തന്നു. എന്തൊക്കെ തത്വം പറഞ്ഞാലും നമ്മുടെ പെൺകുട്ടികൾ കാസ്റ്റിംഗ് കൗച്ച് അടക്കം, അൺകംഫർട്ടബിൾ വർക്ക് സ്പേസ് അടക്കം അനുഭവിക്കുന്നുണ്ടെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കണ്ണടച്ചിരിട്ടാക്കരുത്. പക്ഷെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിന്റെ സൊല്യൂഷൻ എന്താണ്? ഇനി ഹേമ കമ്മിറ്റിയുടെ ഭാഗമായി 2-3 കാര്യങ്ങൾ വരണമെന്ന് ഞാൻ അടക്കം റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്നൊരു ഹെൽപ്പ് ലൈൻ ആണ്, വളരെ ആക്റ്റീവ് ആയിട്ടൊരു ഹെൽപ്പ് ലൈൻ. 2, ഒരു സിനിമ കോൺക്ലേവ് ആണ്. ഈ കോൺക്ലേവിന്റെ ഭാഗമായി എല്ലാവരെയും വിളിച്ചുകൂട്ടി പുതിയ കുറെ നിയമങ്ങളും നയങ്ങളും നമുക്ക് മുമ്പോട്ട് വെക്കാൻ കഴിയണം. 3, ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. ഇനിയും നാളെ നമ്മുടെ പെൺകുട്ടികളോട് സിനിമയുടെ റോള് തരാൻ വേണ്ടി കിടന്നു തരാൻ പറയുന്ന വൃത്തികെട്ടവന്മാർ ഒന്ന് പേടിക്കും. ആഭാസന്മാർക്കൊരു പേടി ഉണ്ടാകും. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആ പേടി ഉണ്ടാക്കാനും അവയർനെസ് ഉണ്ടാക്കാനും ഇത് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ നമുക്ക് സൊല്യൂഷന് മാത്രമേ നമുക്ക് അഭിപ്രായവ്യത്യാസമുള്ളൂ. ആ സൊല്യൂഷൻ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിരിക്കണം എന്നൊരു ചിന്ത മാത്രമാണ്. അല്ലെങ്കിൽ മാഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 30-40 വർഷം മുമ്പ് ഒരു സംഭവം നടന്നു, ഒരു ആരോപണം ഉണ്ടായി. എന്ത് ചെയ്യാനാണ് പ്രാക്ടിക്കലി? നമുക്ക് എങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കാതിരിക്കും? അതുകൊണ്ട് ഹേമ കമ്മിറ്റി പോസിറ്റീവായിരുന്നു. ഹേമ കമ്മിറ്റി ഒരു നാഴികക്കല്ലാണ്. നമ്മളെല്ലാം അതിൽ അഭിമാനിക്കേണ്ടതാണ്. ഇനിയും ഒരു പുതിയ നയപരിപാടിയും മറ്റും രൂപീകരിക്കണം. സജി ചെറിയാൻ മന്ത്രിയൊക്കെ മുമ്പോട്ട് വെച്ച ആ കോൺക്ലേവ് ഇപ്പോഴാണ് നമ്മൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.